ക്രിസ്ത്യാനി എന്ന് പേരുള്ളവരെല്ലാം ക്രിസ്തുവിൻ്റെ അനുയായികളാകുന്നുവെന്ന് ലോകം ചിന്തിക്കുന്നു, പറയുന്നു. ഇത് ക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾക്ക് യോജിക്കുന്നതല്ല. ഒരു ക്രിസ്തു ശിഷ്യനാകുവാൻ ക്രിസ്തു ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തു ആരെന്ന ചോദ്യത്തിന് ആദ്യമായി ശരിയായ ഉത്തരം നൽകിയ വ്യക്തി അവിടുത്തെ ശിഷ്യനായ ശീമോൻ പത്രോസ് ആണെന്ന് തോന്നുന്നു. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ അറിവിൻ്റെ ഫലമായിരുന്നില്ല, മറിച്ച് ദൈവത്തിൽ നിന്നുള്ള ഒരു വെളിപ്പാടായിരുന്നുവെന്ന് ക്രിസ്തു തന്നെ വ്യക്തമാക്കുന്നു. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരീശന്മാരും സദുക്യരുമായുള്ള യേശുവിൻ്റെ ഇടർച്ച തുടരുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇത് പല പ്രാവശ്യം നാം കണ്ടു. ആകാശത്തു നിന്നും ഒരു അടയാളം കാണിച്ചു തരണമെന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പരീശന്മാരും സദുക്യരും ആവശ്യപ്പെടുന്നു. വീണ്ടും യോനായുടെ അനുഭവത്തിലേക്കാണ് കർത്താവ് അവരെ നയിക്കുന്നത്. 16-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ അത് നാം കാണുന്നു. അനന്തരം പരീശന്മാരും സദുക്യരും അടുക്ക വന്ന് ആകാശത്തു നിന്നൊരടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവരോട് അവൻ ഉത്തരം പറഞ്ഞത്, സന്ധ്യാസമയത്ത് ആകാശം ചുവന്ന് കണ്ടാൽ നല്ല തെളിവാകുമെന്നും രാവിലെ ആകാശം മൂടി ചുവന്ന് കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു. ആകാശത്തിൻ്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു, എന്നാൽ കാലലക്ഷണങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ? 12-ാം അധ്യായം 38-ാം വാക്യത്തിൽ പരീശന്മാരും ശാസ്ത്രിമാരും ഒരു അടയാളം ആവശ്യപ്പെടുന്നതായി നാം കണ്ടു. ആ സമയത്ത് കർത്താവ് യോനായുടെ അടയാളം അത്രേ അവർക്ക് നൽകിയത്. അത് തന്നെ ഇവിടെയും അവൻ ചെയ്യുവാൻ പോകുകയാണ്. പക്ഷേ അതിനു മുമ്പ് വേറൊരു വസ്തുതയിലേക്ക് കർത്താവ് അവരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതായത് കാലാവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതിന് ആ ജനം വിദഗ്ധരാണെങ്കിൽ തന്നെ കാലത്തിൻ്റെ അടയാളം ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവുണ്ടോ എന്ന് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഈ മതനേതാക്കൾ യേശുവിനെ കുടുക്കുവാൻ നോക്കുകയാണ്. അവരെ സൂക്ഷിക്കണമെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് യേശു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നാം കാണുന്നു. 4-ാം വാക്യത്തിൽ, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനയുടെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. പിന്നെ അവൻ അവരെ വിട്ടുപോയി. യേശു അവർക്ക് അനേകം അടയാളങ്ങൾ നൽകിയതാണ്. പക്ഷേ അവർ അതൊന്നും അംഗീകരിച്ചില്ല. യോനായുടെ അടയാളമെന്ന് അവൻ 2-ാമത്തെ പ്രാവശ്യം അത്രേ പറയുന്നത്. 12-ാം അധ്യായം 40-ാം വാക്യത്തിൽ അവൻ പറഞ്ഞത്, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും എന്നത്രേ. അതൊരു അടയാളമായി അംഗീകരിപ്പാൻ ഈ പരീശന്മാർക്കും സദൂക്യർക്കും സാധിച്ചില്ല. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള 3 കാഴ്ചപ്പാടുകൾ ഈ അധ്യായത്തിൽ നാം കാണുവാൻ പോവുകയാണ്. പരീശന്മാരും സദൂക്യരും യേശുവിനെ ഒരു കപട വേഷധാരിയായിട്ടാണ് കണക്കാക്കിയത്. അവൻ മശിഹ ആണെന്ന് അവർ വിശ്വസിച്ചില്ല. അവൻ അങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നു എന്ന് മാത്രം. ജനം ചിന്തിച്ചത് യേശു യോഹന്നാൻ സ്നാപകനോ ഏലിയാവോ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ ഒക്കെ ആകുന്നു എന്നത്രേ. പുരുഷാരം പറഞ്ഞതിൽ ലക്ഷ്യം മുഴുവൻ തെറ്റിയിരുന്നെങ്കിൽ തന്നെ ബഹുമാനസൂചകമായിട്ടാണ് അവർ അത് പറഞ്ഞത്. 3-ാമത്തെ കാഴ്ചപ്പാട് ശിഷ്യന്മാരാണ് അവതരിപ്പിച്ചത്. അവർ പറഞ്ഞു യേശു മശിഹ, അതായത് ക്രിസ്തു ആണെന്ന്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് ശിഷ്യന്മാർ വിശ്വസിച്ചു. പരീശന്മാരും സദൂക്യരും
ഒരു അടയാളം ആവശ്യപ്പെട്ടു. യേശു പറഞ്ഞു അവർക്ക് യോനായുടെ അടയാളമല്ലാതെ അടയാളമൊന്നും നൽകില്ല എന്ന്. പിന്നെ അവൻ അവരെ വിട്ടുപോയി. അവൻ്റെ ഈ പ്രവർത്തനത്തിൽ എന്തോ അന്തിമമായി ചെയ്യുവാൻ അവൻ നിശ്ചയിച്ചതുപോലെ കാണുന്നുണ്ടല്ലേ. അവൻ തിരിഞ്ഞ് അവരിൽ നിന്നും അകന്നു പോകുന്നു. തുടർന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതെ, ഈ മതനേതാക്കന്മാരുടെ പുളിച്ച മാവ് അല്ലെങ്കിൽ പുളിപ്പിനെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. 5, 6, 7 വാക്യങ്ങളിൽ ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരായികയാൽ ആയിരിക്കും എന്ന് അവർ തമ്മിൽ പറഞ്ഞു. പുളിച്ച മാവ് അല്ലെങ്കിൽ പുളിപ്പ് അല്ലെങ്കിൽ ഈസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതെല്ലാം ഇപ്പോഴും ദുഷ്ടതയുടെ ഒരു പ്രമാണമാകുന്നു എന്നോർക്കണം. ഒരിക്കലും നല്ലതിൻ്റെ സാദൃശ്യമായി ഈസ്റ്റ് അല്ലെങ്കിൽ പുളിപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 13-ാം അധ്യായം പഠിച്ചപ്പോൾ നാം അത് കണ്ടതാണ്. ഈ പുളിപ്പിനെ സൂക്ഷിക്കുവാൻ കർത്താവ് പറയും. എന്തിനെയെങ്കിലും സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ അതെന്തെങ്കിലും നല്ലതായിരിക്കുമെന്നല്ലല്ലോ അർത്ഥം വരുന്നത്. പുളിച്ച മാവെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആദ്യം ശിഷ്യന്മാർ കരുതിയത് അപ്പത്തെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്നത്രേ. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ആ തർക്കമുണ്ടായത്. 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് താൻ ഉദ്ദേശിച്ച കാര്യം എന്താകുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. തിന്മാൻ കൊള്ളുന്ന അപ്പത്തിൻ്റെ കാര്യമായിരുന്നു യേശു പറഞ്ഞതെങ്കിൽ യേശു ചെയ്ത 2 അത്ഭുതങ്ങൾ ശിഷ്യന്മാർ ഓർത്തേനെയും. 5000-ത്തെയും 4000-ത്തെയും അപ്പം കൊടുത്ത് പോഷിപ്പിച്ച സംഭവങ്ങൾ. പക്ഷേ ഇവിടെ ഭൗതിക അപ്പത്തിൻ്റെ കാര്യമല്ല കർത്താവ് പറയുന്നത്. പുളിച്ച മാവ് അല്ലെങ്കിൽ പുളിപ്പ് കർത്താവിൻ്റെ വ്യാഖ്യാനപ്രകാരം ദുരുപദേശമാകുന്നു. തിന്മയുടെ കാര്യമത്രേ ഇവിടെ കർത്താവ് പറയുന്നത്. സുവിശേഷത്തിൻ്റെ പുളിച്ച മാവ് എന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞാൽ അത് ഒരു തെറ്റായ പ്രയോഗമാകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുളിപ്പൊരിക്കലും സുവിശേഷത്തിൻ്റെ ഒരു ചിത്രമല്ല. പുളിച്ച മാവ് എപ്പോഴും തിന്മയുടെ പ്രതീകമത്രേ. യേശുക്രിസ്തുവിനെ താങ്കളുടെ ജീവിതത്തിൻ്റെ നായകനായി അംഗീകരിക്കുമെങ്കിൽ പുളിപ്പ് എന്തിനെ പ്രതിനിധീകരിക്കുന്നുവെന്നത് എന്നേക്കുമായി വ്യക്തമാക്കപ്പെടും. ദൈവവചനത്തിലെ മറ്റെല്ലാ ഭാഗവും മനസ്സിലാക്കുവാൻ നമ്മെ വളരെയധികം സഹായിക്കുന്ന താക്കോൽ എന്നതിനാൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പഠിക്കുമ്പോൾ ഉടനീളം നാം നമ്മുടെ ചിന്ത ആ വിധത്തിൽ സൂക്ഷിക്കണം. ഓരോ സംഭവങ്ങളും നാം വളരെ സൂക്ഷിച്ച് പഠിക്കണം എന്ന് മാത്രമല്ല, തമ്മിലുള്ള വ്യത്യാസങ്ങൾ നാം വ്യക്തമായി കാണുകയും ചെയ്യണം. നമ്മളിനി 13-ാം വാക്യത്തിലേക്ക് വരികയാണ്. ഞാൻ ആ ഭാഗം വായിക്കാം. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. പലസ്തീൻ്റെ ഭൂപടത്തിൽ നോക്കുകയാണെങ്കിൽ 3 കൈസരിയ നമുക്ക് കാണാവുന്നതാണ്. ഗലീല കടലിൻ്റെ വടക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അത്ര ഈ പറഞ്ഞ കൈസരിയ ഫിലിപ്പി. കർത്താവായ യേശു ഇപ്പോൾ ആ വടക്ക് സ്ഥാനത്താണ്. അവിടെ നിന്നും അവൻ യെരുശലേമിലേക്ക്, അതെ ക്രൂശിലേക്ക് നേരെ യാത്ര തിരിക്കാവുന്ന ഒരു സ്ഥാനത്തത്രേ ഇപ്പോൾ ആയിരിക്കുന്നത്. അവൻ്റെ അടുത്ത യാത്ര ക്രൂശിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ്. ആ യാത്ര അവൻ ആരംഭിക്കുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരുടെ മനസ്സിൽ വ്യക്തമായി പതിയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി അവൻ ആരാകുന്നു എന്നുള്ളത്, രണ്ടാമതായി അവൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ദൈവമക്കളായിരിക്കുവാൻ നാം എല്ലാം വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ ഇതുതന്നെയാണ്. ക്രിസ്തു ആരാകുന്നു എന്ന് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്തതെന്താണെന്ന് നാം അറിയണം. വിശ്വസിക്കുവാനും രക്ഷിക്കപ്പെടുവാനും ഈ സംഗതികളാകുന്നു നമ്മുടെ മനസ്സിൽ വ്യക്തമാകേണ്ടത്. നമ്മുടെ കർത്താവിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ ശ്രദ്ധിക്കൂ. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. ഇന്നും കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ്. നാം ജീവിക്കുന്ന ഈ നാളുകളിലും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നതും ഈ ചോദ്യത്തിനാണ്. ഈ ഭൂമിയുടെ പരപ്പിൽ ഇന്നോളം ജീവിച്ചിട്ടുള്ളതിലേക്കും വലിയ വിവാദ പുരുഷൻ എന്നും ഇന്നും ക്രിസ്തുവാകുന്നു. അവനെ അനുഗമിച്ച പുരുഷാരത്തിൻ്റെ കാഴ്ചപ്പാടാണ് നാം കാണുവാൻ പോകുന്നത്. ഇന്നും നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി
ഈ ചോദ്യം മറ്റുള്ളവരോട് ചോദിക്കാമെങ്കിൽ ഇതേ ഉത്തരം കിട്ടുമെന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഇന്നും ജനം അവനെക്കുറിച്ച് ചിന്താക്കുഴപ്പത്തിലാണ്. 14-ാം വാക്യത്തിൽ ആ ഉത്തരം നാം കാണുന്നു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റ് ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനെന്ന്. യോഹന്നാൻ സ്നാപകൻ ഒരു മഹാനായ വ്യക്തിയായിരുന്നു. ജനം അവനെ ഒരു വലിയ മനുഷ്യനായി അംഗീകരിച്ചിരുന്നു. യേശു ഒരു വലിയ ഗുരുവാകുന്നു എന്ന് ഇന്നും അനേകരും അംഗീകരിക്കുന്നുണ്ട്, തർക്കമില്ല. യേശുവിനെക്കുറിച്ച് വേറെ ചിലർ പറഞ്ഞത് അവൻ ഏലിയാവാകുന്നു എന്നത്രേ. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിരുന്ന ഏലിയാവ്. വേറെ ചിലർ യേശുവിനെ യിരെമ്യാവായി കണ്ടു, കരയുന്ന പ്രവാചകൻ, ജനത്തെക്കുറിച്ച് ഭാരമുള്ള മനസ്സലിവുള്ള ഒരു മനുഷ്യൻ. പിന്നെ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുത്തനോ. ക്രിസ്തു ഏത് പ്രവാചകനാകുന്നുവെന്ന് ഉള്ളതിൽ വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്തെ സാധാരണക്കാരായ വ്യക്തികളുടെ കാഴ്ചപ്പാട് അത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നും ഇത് തന്നെയല്ലേ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ? ഒരു 4 പേരോടൊന്ന് അന്വേഷിച്ചു നോക്കൂ, 4 അഭിപ്രായങ്ങൾ ലഭിക്കും. ആരും മോശമായി പറയില്ല. എല്ലാം നല്ലത് നല്ലത് നല്ലതെന്ന് മാത്രമേ പറയൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് യേശു തൃപ്തനായില്ല. കാരണം ഈ പറഞ്ഞ കാഴ്ചപ്പാടൊന്നും ശരിയല്ല എന്നാണ് യേശുവിൻ്റെ പ്രതികരണം. അതൊന്നും യാതൊരു വ്യക്തിയെയും സഹായിക്കില്ല എന്ന് യേശുവിനറിയാം. മനുഷ്യരെ മാറ്റുന്നതല്ല ഈ അഭിപ്രായങ്ങളൊന്നും, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്നതല്ല. അതുകൊണ്ട് യേശു തിരിഞ്ഞ് തൻ്റെ അപ്പോസ്തലന്മാരോട് ചോദിക്കുകയാണ് 15-16 വാക്യങ്ങളിൽ, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരൊരു തീരുമാനമെടുക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് അവരോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒരു ഏറ്റുപറച്ചിൽ നടത്തേണ്ട അവസരം. ശിമോൻ പത്രോസ് ആയിരുന്നു ആ കൂട്ടത്തിൻ്റെ പ്രതിനിധിയായി വന്നത്. അവൻ പറഞ്ഞു, നീ ക്രിസ്തു ആകുന്നു. അതിൻ്റെ അർത്ഥം നീ മശിഹായാകുന്നു എന്നത്രേ. അഭിഷിക്തൻ, പഴയ നിയമത്തിൽ പ്രവചിച്ചവൻ, സകലത്തിൻ്റെയും നിവൃത്തിയായ കർത്താവ്. അതുമാത്രമല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് നീ. ഇന്നേ വരെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിലേക്കും ഉന്നതമായ കാര്യം, ഏറ്റവും മഹത്തായ ആരാധന ഈ ഏറ്റുപറച്ചിലാകുന്നു. ഇതത്രേ യേശു. ഇതാണ് നാം അറിഞ്ഞിരിക്കേണ്ട രഹസ്യം. 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, യേശു അവനോട്, ബെറയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും ഇന്ന് യേശുവിനെ കർത്താവെന്ന് വിളിക്കുവാൻ സാധിക്കില്ല. വിളിക്കുക എന്നതുകൊണ്ട് ഹൃദയംഗമായി അംഗീകരിക്കുക അല്ലെങ്കിൽ ഏറ്റുപറയുക എന്നൊക്കെയാണ് ഞാൻ അർത്ഥമാക്കിയത്. ക്രിസ്തുവിനുള്ളവ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധാത്മാവാകുന്നു. യേശു ശിമോൻ പത്രോസിനോട് പറഞ്ഞത്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ, നീ ഇത്ര നാൾ എന്നോടൊപ്പം ഇരുന്നത് കൊണ്ട് നീ പഠിച്ച ഒരു കാര്യമല്ല ഇതെന്നത്രേ. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, യേശുവിനോട് കൂടെ ഒരു 3 വർഷമെങ്കിലും ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ അവൻ ആരാകുന്നുവെന്ന് വ്യക്തമായി അറിയുവാൻ കഴിയുമായിരുന്നുവെന്ന്. നേരാണോ? നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയ സുഹൃത്തെ, ഇന്നും യേശുവിനെ താങ്കൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ് അവനെ നിങ്ങൾക്കും എനിക്കും വ്യക്തമാക്കി തരേണ്ടത്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഈ വാക്യം നമുക്കെല്ലാം അല്പം ശ്രദ്ധിച്ച് പഠിക്കേണ്ട വാക്യമാണ്. അനേകർക്കും ഈ വാക്യത്തിൽ വളരെയധികം സംശയമുണ്ട്. ഏതൊരു പാറയിലാണ് ക്രിസ്തു തൻ്റെ സഭ പണിതിരിക്കുന്നത്? ശിമോൻ പത്രോസിലാണ് ക്രിസ്തു തൻ്റെ സഭ പണിതത് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സഭാവിഭാഗങ്ങളുണ്ട്. നാം ഇപ്പോൾ വായിച്ചു കേട്ട 18-ാം വാക്യത്തിൽ സഭ ശിമോൻ പത്രോസിന്മേൽ പണിയുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഈ വാക്യത്തിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് നാം കാണുന്നത്.
ഇത് എഴുതിയ മൂലഭാഷയായ ഗ്രീക്കിൽ നിന്ന് തർജ്ജിമ ചെയ്താൽ അതിപ്രകാരമായിരിക്കും: നീ പെട്രോസ് ആകുന്നു, അതായത് ഒരു ചെറിയ പാറക്കഷ്ണം ആകുന്നു. ഈ പെട്ര അത് പാറക്കെട്ടാണ്, അതിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ശിമോൻ പത്രോസിൻ്റെ ഏറ്റുപറച്ചിലാകുന്നു ക്രിസ്തു തൻ്റെ സഭയെ പണിയുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതും എനിക്കങ്ങോട്ട് അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. ആരാണ് ഈ പാറ? ബൈബിൾ കൃത്യമായി പറയുന്നു, പാറ ക്രിസ്തു ആകുന്നു. ആ വലിയ പാറക്കൂട്ടം അവനാകുന്നു. സഭ ക്രിസ്തുവിൻ്റെ മേലാകുന്നു പണിതിരിക്കുന്നത്. ഈ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുവാൻ ഞാൻ മറ്റെങ്കും പോകേണ്ടതില്ല. ശിമോൻ പത്രോസ് തന്നെ വിവരിച്ചത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ക്രിസ്തുവിനെ സൂചിപ്പിച്ചുകൊണ്ട് പത്രോസ് എഴുതിയത് ഞാനൊന്ന് വായിക്കാം. 1 പത്രോസ് 2:4 മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. അത് മാത്രമല്ല, പത്രോസ് യെശയ്യാപ്രവചനം 28:16 ഓർക്കുന്നുണ്ട് താനും. അവൻ പറഞ്ഞു, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. 1 പത്രോസ് 2:6. സഭ പണിതിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മേൽ ആകുന്നു. അവനാകുന്നു അടിസ്ഥാനം. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പൗലോസും പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു ആകുന്ന മൂലക്കല്ല്, അവൻ പറയുന്നത് ഈ പാറമേൽ അവൻ തൻ്റെ സഭയെ പണിയുമെന്നത്രേ. കർത്താവ് ഈ പ്രസ്താവന ചെയ്തപ്പോൾ സഭ ഭാവിയിൽ വരുവാനിരിക്കുന്നതേ ഉള്ളായിരുന്നു. പഴയ നിയമത്തിൽ സഭയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അത് വിലപ്പോവില്ല. കാരണം ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും സ്വർഗാരോഹണവും പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത് ഒക്കെ തീരുന്നത് വരെ സഭ ആരംഭിച്ചിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ച് തീരുന്നത് വരെ ഒരു സഭയുണ്ടാകുക എന്നത് അസാധ്യമായിരുന്നു. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ഈ വാചകം ഭാവികാലമല്ലേ? 18-ാം വാക്യത്തിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. പാതാള ഗോപുരങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പാതാള ഗോപുരങ്ങൾ മരണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ പാതാള ഗോപുരം എന്ന് പറഞ്ഞിരിക്കുന്നത് ചില തർജ്ജിമകളിൽ നരക കവാടങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുവാൻ കുറെ കൂടി എളുപ്പമുള്ളതാണ് ആ തർജ്ജിമ എന്നെനിക്ക് തോന്നുന്നു. നരകത്തിന് ഗ്രീക്ക് ഭാഷയിലും പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾക്ക് കാണപ്പെടാത്ത അല്ലെങ്കിൽ അധോലോകം എന്ന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ മരണം, അതാണ് അർത്ഥം. നമ്മുടെ ഇന്നത്തെ അർത്ഥത്തിലുള്ള അധോലോകമല്ലിത് എന്ന് ഓർക്കണം. മരണ കവാടങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല. ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ ഗംഭീരനാദം പ്രധാനദൂതൻ്റെ ശബ്ദം പോലെയും കാഹളം പോലെയും ആയിരിക്കും. കാരണം ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കണം. മരണ കവാടങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ പ്രബലമാകുകയില്ല. ഉറപ്പാക്കിക്കോ, ശത്രു തോറ്റവനാണ്. നരകത്തിനൊരു ദൈവ പൈതലിനോട് ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. മരണത്തിന് താങ്കളെ ഒതുക്കി വെക്കുവാൻ സാധ്യമല്ല സുഹൃത്തെ. 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. എന്താണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ? അത് ശിമോൻ പത്രോസിന് മാത്രമേ നൽകിയിട്ടുള്ളൂ? ഒരിക്കലുമല്ല. പത്രോസ് ചെയ്തിട്ടുള്ളതുപോലുള്ള ഏറ്റുപറച്ചിൽ ചെയ്യുന്ന സകലർക്കും യേശു അത് നൽകുന്നു എന്നാണ് അർത്ഥം. അതെ, യേശു കർത്താവിനെ രക്ഷകനായി അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എന്ന അർത്ഥമാണ്. താങ്കൾ ഒരു ദൈവപൈതലാകുന്നുവെങ്കിൽ മറ്റേതൊരു വ്യക്തിക്കും ലഭിച്ചതുപോലെ താങ്കൾക്കും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ലഭിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 8 വരെയുള്ള ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, തിരുവെഴുത്തുകൾ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ശാസ്ത്രിമാരുടെ അധികാര പദവിയുടെ ചിഹ്നമായിരുന്നു ഈ താക്കോൽ. ഇന്ന് ഓരോ ദൈവപൈതലിനും തിരുവെഴുത്തുകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ താക്കോലും ഉണ്ടാകും. നാം വചനം അറിഞ്ഞിട്ടും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ
ഭൂമിയിൽ വചനം നാം കെട്ടുകയാണ് ചെയ്യുന്നത്. നാം വചനം അറിയിക്കുന്നുവെങ്കിൽ അതിനെ ഭൂമിയിൽ നാം അഴിക്കുകയാണ് ചെയ്യുന്നത്. മറ്റ് ക്രിസ്തു വിശ്വാസികളെ ഒഴിവാക്കിക്കൊണ്ട് യാതൊരു സഭയുടെയോ വ്യക്തിയുടെയോ പക്കൽ താക്കോൽ ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ മാത്രമേ ഈ താക്കോലുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് മാത്രമേ ഈ താക്കോലുള്ളൂ എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. സുവിശേഷം ലോകത്തിന് കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന ഒരേ ഒരു കാര്യം ക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രമാണ്. അതിമഹത്തായ ഒരു വെളിപ്പാടത്രേ ഇത് എന്നോർക്കണം. ആരാണ് ഇതിന് പ്രാപ്തനായിട്ടുള്ളത്? നിങ്ങൾക്കും എനിക്കും ഉത്തരവാദിത്വമുണ്ട്. അത് തീർച്ചയായും ഭയാവഹം തന്നെയാണ്. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കർത്താവ് ഇങ്ങനൊന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം എന്താകും? താൻ ആരാകുന്നു എന്നുള്ള അറിവ് മാത്രം ഒരിക്കലും ഒരു വ്യക്തിയെ രക്ഷിക്കില്ല. അറിവെന്നത് കൊണ്ട് ബുദ്ധിപരമായ, അല്ലെങ്കിൽ തലയിൽ മാത്രം നിൽക്കുന്ന, ഹൃദയത്തിലേക്ക് ഇറങ്ങാത്ത അറിവ് എന്നർത്ഥമാണ്. രക്ഷ കണ്ടെത്തുവാൻ കർത്താവ് ആരെന്നും അവൻ ചെയ്തത് എന്തെന്നും നിങ്ങൾ അറിയുകയും അവനെ വിശ്വാസത്താൽ അംഗീകരിക്കുകയും വേണം. അപ്പം തൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് ആദ്യമായി പറയുന്നതാണ് ഇനിയും നാം കാണുന്നത്. അവൻ ക്രൂശിക്കപ്പെടുന്നതിന് ഏകദേശം 6 മാസം മുൻപാണ് കർത്താവ് ശിഷ്യന്മാരോട് ആദ്യമായി അതേക്കുറിച്ച് പറഞ്ഞത്. അപ്രകാരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തുവാൻ കർത്താവ് എന്തുകൊണ്ടായിരിക്കും അത്രയും താമസിച്ചത്? അവൻ്റെ ശിഷ്യന്മാർ അങ്ങനെ ഒരു കാര്യം ഉൾക്കൊള്ളുവാൻ പ്രാപ്തരായിരുന്നില്ല എന്ന് ഇവിടെ അവരുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. താൻ മരിക്കുവാനായി യെരുശലേമിലേക്ക് പോവുകയാകുന്നു എന്ന് യേശു 5 പ്രാവശ്യം ആവർത്തിച്ചത് മത്തായി രേഖപ്പെടുത്തുന്നുണ്ട്. 17-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും 17-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങളിലും 20-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലും 19-ാം വാക്യത്തിലും 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലും ഇത്രയും വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞിട്ടും കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ശിഷ്യന്മാർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ല. 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കർത്താവായ യേശുക്രിസ്തു ചെയ്തത് ഇതാണ് എന്ന് മനസ്സിലാക്കണം. ഇതാണ് സുവിശേഷം. അതായത് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ ആരാകുന്നു എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്തതെന്താകുന്നുവെന്നും അറിയണം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവനിൽ വിശ്വസിക്കുകയും വിശ്വാസത്താൽ അവനെ അംഗീകരിക്കുകയും കൂടെ ചെയ്യുമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിക്കോദിമോസിനോട് വെളിപ്പെടുത്തിയതല്ലാതെ ഈ വിഷയം ഇതിനു മുമ്പ് എങ്ങും ക്രിസ്തു വെളിപ്പെടുത്തിയിട്ടില്ല. 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. പത്രോസ് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം എന്തെന്നാൽ, കർത്താവെ നീ മശിഹായാണ്, നീ ദൈവപുത്രനാണ്, കർത്താവെ നിനക്ക് ക്രൂശിൽ മരിക്കുവാൻ കഴിയുകയില്ല, നീ അങ്ങനെ പോകുകയുമരുത്. നിങ്ങൾ കാണുന്നത് പോലെ ക്രൂശ് എന്നത് അപ്പോസ്തലന്മാരുടെ മനസ്സിലെങ്ങും ഇല്ലായിരുന്നു. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ, നീ എനിക്കിടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നുമുള്ള സുവിശേഷ സത്യങ്ങളെ അംഗീകരിക്കാതിരിക്കുന്നത് പൈശാചികമാണ്. ഈ സത്യങ്ങളെ ഒരു ക്രിസ്തീയ പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷകനെന്ന് പേരെടുത്ത മനുഷ്യൻ അവഗണിക്കുന്നുവെങ്കിൽ അത് ഒരിക്കലും ദൈവികമല്ല, പൈശാചികമാണ്. പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിൻ്റെ പാപപരിഹാരയാഗം, അതായത് നമുക്ക് പകരമായി മരിച്ചതൊന്നും മാത്രമേ നമ്മെ രക്ഷിക്കുവാനായി ഉതകുന്നുള്ളൂ. പിന്നീട് വിശുദ്ധ പത്രോസ് തന്നെ എഴുതി, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. പത്രോസിൻ്റെ മനസ്സിൽ എന്തൊരു വ്യതിയാനമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ?
നമ്മുടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, സാത്താനെ എന്നെ വിട്ടു പോ എന്നത്രേ. ഈ പറഞ്ഞതൊന്ന് ചിന്തിച്ചേ. അല്പം മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പത്രോസിന് പറയുവാൻ സാധിച്ചത് യേശു ദൈവപുത്രനാകുന്നുവെന്നായിരുന്നു. എന്നിട്ടും അടുത്ത നിമിഷം സാത്താൻ അവനെ ചതിക്കുവാൻ കാരണമായി. നാം എത്രയധികം സൂക്ഷിക്കണമെന്നറിയാമോ? 24 വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കുന്നതാണ് തന്നെത്താൻ ത്യജിക്കുക എന്നതിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ച് ആഡംബരങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ വെടിയുന്ന ആളുകളുണ്ട്. അതല്ല യേശു ഇവിടെ പറയുന്നത്. ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ത്യജിക്കുവാൻ ഏറ്റവും പ്രയാസമുള്ളതെന്നത്ര നമ്മുടെ സ്വയത്തെ ചിത്രത്തിൽ നിന്നും മായ്ച്ചു കളഞ്ഞ് ആ സ്ഥാനം ക്രിസ്തുവിന് നൽകുക. അതാണ് ഇവിടുത്തെ അർത്ഥം. സ്വയത്യാഗമല്ല, സ്വയത്തെ ത്യജിക്കുന്നതാണ് ക്രിസ്തു ശിഷ്യനാകുവാനുള്ള മാർഗം. നാം എടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ക്രൂശല്ല, നമ്മുടെ സ്വന്തം ക്രൂശാണ്. നിങ്ങൾക്കും എനിക്കും വേണ്ടി പ്രത്യേകം ക്രൂശുണ്ട് എന്ന് ചുരുക്കം. അതായത് നാം അവനെ അനുഗമിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ ക്രൂശ് നമുക്ക് ചുമക്കേണ്ടി വരും. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങൾ കണക്കിലെടുക്കാതെ എടുത്തു ചാടിയാൽ, അല്ലെങ്കിൽ വില കൊടുക്കുവാൻ മനസ്സില്ലാതെ ജീവിതം ആസ്വദിക്കുകയും വേണം, ക്രിസ്തു ശിഷ്യനായിരിക്കുകയും വേണം എന്ന ഭാവത്തിലിറങ്ങിയാൽ ജീവിതം നിത്യമായി തന്നെ താറുമാറായെന്നിരിക്കും എന്നത്ര പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ സകല കണക്കുകളും സമർപ്പിച്ച് മതിയാകൂ. ഓരോരുത്തരും അവരവർക്കുള്ള ശരിയായ പ്രതിഫലം പ്രാപിക്കും. 28 വാക്യം വാസ്തവത്തിൽ 17 അധ്യായത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അവിടെ നാം ചിന്തിക്കുന്നതാണ്. എത്ര ഉന്നതമായ ആഹ്വാനങ്ങളാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അവനിലൂടെ ആ രക്ഷ പ്രാപിച്ച് അവൻ്റെ സ്വന്തമായി തീരുവാൻ നമുക്കിടയാകട്ടെ. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഒഴിച്ചു നിർത്തി മാനവജാതിക്ക് മറ്റൊരു സുവിശേഷമില്ല. ക്രൂശിൻ്റെ വചനം ലോകജ്ഞാനത്തിന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയാകുന്നു. ക്രിസ്തു മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിക്കണമെന്നുള്ള ദൈവപദ്ധതി ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും നീതിയിലും ഉരുത്തിരിഞ്ഞതാകുന്നു. ലോകത്തിന് ആകർഷകമല്ലെങ്കിലും സുവിശേഷത്തിൻ്റെ കാതലായ വിഷയമാണിത്. വിശ്വസിക്കുന്നവർക്കിത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു.